എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ കറ്റാർ വാഴ നടുന്നത് പോസിറ്റീവ് ഊർജവും സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും. വടക്ക് കിഴക്ക് ദിശയിൽ കറ്റാർ വാഴ നടുന്നത് ഏറ്റവും അനുയോജ്യമായ ദിശയാണ്. ഇത് സമാധാനവും വളർച്ചയും കൊണ്ടുവരും. തെക്ക് കിഴക്ക് ദിശയിലും കറ്റാർ വാഴ നടാൻ വളരെ നല്ലതാണ്. കറ്റാർ വാഴ നടുന്നത് നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗങ്ങളിലായിരിക്കണം. എപ്പോഴും പച്ചപ്പുള്ളതും ആരോഗ്യത്തോടെ ഇരിക്കുന്നതുമായ കറ്റാർ വാഴ മാത്രമേ വീട്ടിൽ സൂക്ഷിക്കാവൂ. വാടിയതോ ഉണങ്ങിയതോ ആയ ചെടികൾ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. വാസ്തുശാസ്ത്രമനുസരിച്ച് കെട്ടിടങ്ങളും ഇൻറ്റീരിയർ അലങ്കാരത്തിനും മാത്രമല്ല ചെടികളുടെ കാര്യത്തിലും ശരിയായ സ്ഥാനങ്ങളിൽ വെക്കുന്നത് പോസിറ്റീവ് ഊർജം, ആരോഗ്യം, ഐശ്വര്യം എന്നിവ കൊണ്ടുവരും. വീട്ടിൽ വടക്ക് കിഴക്ക് ദിശയിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് ഈ ചെടി നടുന്നത് നല്ലതാണ്. ഈ ഭാഗങ്ങളിൽ നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ കറ്റാർ വാഴ ഈ ഭാഗങ്ങളിൽ നട്ടാൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. കറ്റാർ വാഴ വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ വളർത്തുന്നത് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും. വീട്ടിൽ കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ അനേകം മംഗളകർമ്മങ്ങൾ നടക്കും. വീട്ടിൽ പ്രധാന വാതിലിന് ഇരുവശങ്ങളിലുമായി കറ്റാർ വാഴ വളർത്തുന്നത് സമൃദ്ധി കൊണ്ടുവരും. വീടിൻ്റെ തെക്കു കിഴക്കേ മൂലയിൽ കറ്റാർ വാഴ വളർത്തുന്നത് സമ്പത്തും ഐശ്വര്യവും നൽകും. നിരവധി സന്തോഷ വാർത്തകൾ കേൾക്കാനുമാകും. ഈശ്വരാധീനം കുറവുള്ള വീടുകളിൽ കറ്റാർ വാഴ വളരില്ല. ഈ ചെടി തഴച്ചു വളരുകയാണെങ്കിൽ അവിടെ ഈശ്വരാധീനം ഉണ്ടെന്ന് ഉറപ്പിക്കാം. കറ്റാർ വാഴ വളർത്തുന്നത് വീട്ടിലെ അംഗങ്ങൾക്കും ആരോഗ്യവും പുരോഗതിയും ഉണ്ടാകുന്നു. വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയുന്ന സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർ വാഴ. പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഊർജം ഉണ്ടാകുന്നു. മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നേരെ മറിച്ച് നെഗറ്റീവ് വസ്തുക്കളിൽ നെഗറ്റീവ് ഊർജം ഉണ്ടാകും. വാസ്തുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായ ഊർജം ഉണ്ടാകും. അതുകൊണ്ടാണ് വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ കറ്റാർ വാഴ നട്ടുവളർത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കറ്റാർ വാഴ മുടി സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആപത്തുകളെയും ദുഃഖങ്ങളെയും അകറ്റാൻ വടക്ക് കിഴക്ക് മൂലയിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. കറ്റാർ വാഴ വീട്ടിൽ നടുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കറ്റാർ വാഴ പ്രധാന വാതിലിന് നേരെ നട്ടു വളർത്താൻ പാടില്ല. ഇരുവശങ്ങളിലായിട്ടേ വളർത്തുവാൻ പാടുള്ളൂ. എന്നാൽ കറ്റാർ വാഴ വീടിൻ്റെ കന്നിമൂലയിൽ ഈ ചെടി നട്ടു വളർത്താൻ പാടില്ല. കടബാധ്യതയുണ്ടാകും. കുടുംബാംഗങ്ങൾക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വീട്ടിലെപ്പോഴും കലഹവും സമാധാനക്കേടും ഉണ്ടാകും. അതുകൊണ്ട് ഈ ചെടി ഒരിക്കലും കന്നിമൂലയിൽ നട്ടു വളർത്താൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.